ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ശരിക്കും ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോ ഞാൻ ഇങ്ങനെയൊന്നും എടുക്കണമെന്ന് പ്രതീക്ഷിച്ചതല്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്, സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ചേച്ചിയുടെ റിസപ്ഷൻ്റെ വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് വീഡിയോയിൽ കൂടി തന്നെ ഇങ്ങനെ വോയിസ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട് എനിക്കിന്ന്. ചെറിയ തെറ്റൊക്കെ വരുമായിരിക്കും. ഞാൻ എന്തോ ആണ് എന്ന രീതിയിൽ സംസാരിക്കണം എനിക്ക് കൂടുതലും ഇഷ്ടം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കാണുന്നവർക്ക് എൻ്റെ സംസാര രീതിയൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. മേ ബി എന്തോ ആയിക്കോട്ടെ, എനിക്കതൊന്നും അറിയണ്ട. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് വൺസ് അഗെയിൻ വെൽക്കം. ശരിക്കും ചേച്ചിയുടെ കല്യാണത്തിന് എനിക്ക് അടിച്ചു പൊളിക്കാനൊക്കെ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എനിക്ക് തലേ ദിവസം ചേച്ചിയുടെ കൂടെ പോയി നിൽക്കണം എന്നൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു ആഗ്രഹങ്ങൾ. പക്ഷെ ഒന്നും സിറ്റുവേഷൻ അനുവദിച്ചില്ല. സിറ്റുവേഷൻ എന്താണെന്നായിരിക്കും ഞാൻ അത് വഴിയേ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. എൻ്റെ അമ്മയും ചേട്ടനും അനിയനും ബാവയൊക്കെ കൂടി അവർ ഉച്ചയ്ക്കേ പോവും. ഞാൻ മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ പെട്ടുപോയത്. പിന്നെ എന്താണ്, ഇവിടെ കുറച്ചെങ്കിലും വർക്കുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് നേരത്തെ ഇറങ്ങണം എന്നെനിക്കുണ്ട്. അങ്ങനെ ഉച്ചയായിരിക്കുകയാണ് ഗൈസ്. എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള സമയമായി. എന്നിട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. എന്നിട്ട് വെള്ളായണി പോകണം. അമ്മയും ചേട്ടനൊക്കെ അവിടെ എത്തി. ഇപ്പോൾ ഇനി ഇവിടെ നിന്ന് ഞാനും ഇറങ്ങാൻ പോകുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് റെഡിയായി കുറച്ച്. അപ്പോൾ ശരി എന്നാ, ബൈ. പോകുമ്പോൾ എന്തായാലും കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. എന്തായാലും വെയിലൊക്കെ കൊണ്ട് പോകാനുള്ളതില്ലേ, അപ്പോൾ കുറച്ച് എനർജിയൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളമൊക്കെ ഞാൻ കുടിച്ച് സെറ്റായിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. എൻ്റെ സുട്ടുമണീനെ കണ്ടു കിട്ടി. വല്യമ്മയുടെ വീട്ടിലിങ്ങനെ എത്തിയ സമയത്ത് മറ്റേ ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് വല്യമ്മയും ചേച്ചിയും റെഡിയായി നിൽക്കുകയായിരുന്നു. പിന്നെ രണ്ടുമാണ് കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചേച്ചീനെ കാണാനേ പറ്റിയുള്ളൂ. വീഡിയോയിൽ ചേച്ചീനെ എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വൈകിട്ടത്തെ വിശേഷങ്ങൾ തുടങ്ങിയത്. അപ്പോൾ മൂത്ത വല്യമ്മയൊക്കെ നേരത്തെ വന്നിരിപ്പുണ്ടായിരുന്നു. എൻ്റെ അമ്മയും നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ സാരി ഇതാണ്. അമ്മ ഇങ്ങനെയുണ്ട്. ഞാൻ ചെന്നപ്പോൾ ആരും റെഡിയൊന്നും ആയിരുന്നില്ല. ഞാൻ പോയതിനു ശേഷം റെഡിയായി. പിന്നെ ഈ ബ്ലൗസിൽ വർക്ക് ചെയ്തതൊക്കെ അമ്മയാണ്. പുറത്ത് കൊടുക്കാനൊന്നും സമയമില്ലായിരുന്നു. അങ്ങനത്തെ സിറ്റുവേഷനൊന്നും അല്ലാത്തതുകൊണ്ട് അമ്മ സ്വന്തമായിട്ട് തന്നെ എല്ലാം റെഡിയാക്കി. പിന്നെ വാവ ഭയങ്കര പിണക്കമായിരുന്നു, ആരുടെ അടുത്തും പോവില്ല. അപ്പോൾ ഞാൻ തന്നെ ഫുൾ ടൈം, ഞാൻ അമ്മ മാറി വെച്ചുകൊണ്ടാണ് ഫുൾ ടൈം നിന്നതൊക്കെ. പിന്നെ ചേട്ടനെ ഇടയ്ക്ക് ഇങ്ങനെ ഇതേപോലെ വരുന്നു, കാണുന്നു, മിന്നായം പോലെ പോകുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അവിടുത്തെ റെഡിയാക്കണ പരിപാടിയിലായിരുന്നു ഇവരെല്ലാവരും കൂടിയിട്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് പാട്ടുള്ളത് കാരണമാണ് എൻ്റെ ആ വോയിസ് ഒന്നും ഞാൻ ഇടാതെ ഇപ്പോൾ ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തത്. ചെറുതായിട്ടൊന്ന് വീട് വരെ പോവേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഇനി വീട്ടിലോട്ട് പോകാൻ പോകുന്നു ഗൈസ്. ഞാൻ വീട്ടിൽ വരണമെന്ന് പറഞ്ഞില്ലേ, ശരിക്കും വീട്ടിൽ വന്നതിന് എനിക്ക് കുറച്ച് ഭാഗ്യം ഉണ്ടായി. എനിക്ക് ഡ്രസ്സ് ഒന്നും കൂടി നല്ലോണം ഇടാൻ പറ്റി. ഞാൻ എൻ്റെ ഡ്രസ്സ് ഇപ്പം കാണിച്ചു തരാവേ എങ്ങനെയാണെന്ന്. ഇതാണ് എൻ്റെ സാരി ഗൈസ്. ദിസ് ഈസ് സാരി. ഞാൻ തലമുടി ഇങ്ങനെ പിന്നിട്ട് പാവനൊക്കെ എടുക്കണോണ്ട് ഇതേ നടക്കുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇനി പോണം, സമയം കുറേ ആയി. വന്ന കാര്യങ്ങളൊക്കെ ഏതാണ്ടെല്ലാം നടന്നു. എന്തിനെന്ന് ഞാൻ പറഞ്ഞ, എൻ്റെ വണ്ടീൻ്റെ താക്കോല് ചേട്ടൻ ഇങ്ങ് കൊണ്ടുവന്നു കാറിൻ്റെ കൂട്ടത്ത്. അപ്പോൾ എനിക്ക് തിരിച്ചു വരാൻ വണ്ടിയില്ലായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് വന്ന് എൻ്റെ താക്കോലെടുത്തു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. എല്ലാവർക്കും മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ശരി, എന്നാൽ ഇനി അവിടെ പോയിട്ട് കാണാം. ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ച് വെള്ളായണിയിലെത്തിയ സമയം പാർട്ടിയൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ 2 ഫ്രണ്ട്സ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്കൊരു കമ്പനിക്ക് അടുത്ത് പോയിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഈ പച്ച ചുരിദാർ ഇട്ടേക്കണേണ് എൻ്റെ മൂത്ത വല്യമ്മയുടെ മോള്. അപ്പോൾ ചേച്ചി നേരത്തെ പറഞ്ഞായിരുന്നു ഞാൻ ഫോണും പിടിച്ചുകൊണ്ടൊക്കെ വരുമായിരിക്കും എന്ന്. ശരിക്കും അതുപോലെ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോണൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ചേച്ചിയുടെ മൂത്ത മോനാണ് ഈ ചെക്കൻ്റെ ഡ്രസ്സ് ഇട്ടേക്കണത്. അവൻ്റെ പേര് അക്ഷയ്. അവൻ്റെ അനിയനാണ് പിങ്ക് ഷർട്ട് ഇട്ടേക്കണത്. അവൻ്റെ പേര് അക്ഷിത്ത്.
അപ്പോൾ അക്ഷിത്ത് എന്നോട് വരെയൊന്നുമില്ല, അവൻ എന്നെ അറിയില്ല എന്നൊക്കെ ഞാൻ കരുതി. പക്ഷേ അവൻ എന്നെ അറിയായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കമ്പനിയാവാൻ കുറച്ച് പാടുണ്ടായിരുന്നു. പക്ഷേ ഏതാണ്ട് കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ല സെറ്റായിരുന്നു. ഇനി സ്റ്റേജിൽ നിൽക്കുന്നതാണ് പൂജ ചേച്ചിയുടെ അനിയൻ, അവൻ്റെ പേര് പ്രണവ്. അപ്പോൾ അവർ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ പോയി ശല്യമൊന്നും ചെയ്തില്ല. പിന്നെ ഈ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ ഹായ് പറയണേ, അഞ്ജന. ഇപ്പോൾ വലുതായി തീരെ പറഞ്ഞാൽ കേൾക്കില്ല. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോവും. ആരെയും കയ്യിൽ ചുമ്മാ ഇരിക്കില്ല. എൻ്റെ അടുത്തിരിക്കും അമ്മയുടെ അടുത്ത്, അമ്മയുടെ അടുത്തിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വരാം. അങ്ങനെ കുറച്ച് കഷ്ടപ്പാടായിരുന്നു റിസപ്ഷൻ്റെ ദിവസം. പിന്നെ സിം ചേച്ചി നമ്മളോട് കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് എന്നോട് ഫോട്ടോ എടുക്കാൻ വരുമെന്ന് ചോദിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് പോയി. അപ്പോൾ അക്ഷിത്താണെങ്കിൽ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യും. പിന്നെ ഇടയ്ക്ക് അവൻ്റേതായ കുറച്ച് മാസ്റ്റർ പീസ് പോസൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് പിന്നെ കുറച്ച് വൈബായിരുന്നു നമ്മളവിടെ. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ വെങ്ങളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ചേച്ചി അവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് കൊണ്ട് ചേച്ചീനെയൊക്കെ നമ്മൾ വിളിച്ച് സംസാരിച്ച്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം നമുക്ക് അങ്ങനെയൊക്കെ ചിലവഴിഞ്ഞ് പോയി. താഴെയാണെങ്കിൽ കൂടുതലും ഈ റിസപ്ഷന് പറഞ്ഞ ആൾക്കാർ കാരണം നമുക്ക് അവിടെ ഇരിക്കാൻ സ്ഥലവും ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ പിന്നെ മേഖലയിലോട്ട് പോയത്. വരുന്ന ഗസ്റ്റിനെയൊക്കെ സ്വീകരിക്കാൻ ഇരുത്താനൊക്കെ സ്ഥലം വേണമല്ലോ. അപ്പോൾ നമ്മൾ ഇതിനിടയ്ക്ക് നിന്ന് ഡിസ്റ്റർബ് ആവണ്ടെന്ന് കരുതിയിട്ട് നമ്മളൊക്കെ നേരത്തെ പിന്നെ അങ്ങ് മുകളിൽ പോയി ഒരു സൈഡിലിരിപ്പായി. പിന്നെ അതൊക്കെ ആയിരുന്നു അന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളല്ല സിം ചേച്ചി ഫാമിലി ഫോട്ടോ എടുക്കാനായിട്ട് പോയായിരുന്നു. അപ്പോൾ അരുൺ ചേട്ടൻ്റെ ഫാമിലിയാണിത്, അച്ഛനും അമ്മയുമായിട്ടൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവയാണെങ്കിൽ ഇവയ്ക്ക് ഇവയുടെ പ്രായത്തിലുള്ള കുട്ടികളെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഒരു പയ്യനെ കിട്ടിയപ്പോൾ അവനെ മാറ്റി, അവനെ ഇന്ന് തടവി നോക്കണ്, അവൻ്റെ കൂടെ ഇരുന്ന് ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. അവനും തിരിച്ചിതേപോലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവനും ഇതേപോലെ ഒരു അനിയത്തിയുണ്ട്. ഇവൻ്റെ നിന്ന് ഒരു 4-5 മാസം ഇളയതായിട്ടുള്ളൊരു കുഞ്ഞാവ് അവനും ഉണ്ട്. പിന്നെ ഇതാണ് ചേച്ചിയുടെ അച്ഛൻ്റെ ഫാമിലി. ചേട്ടൻ്റെ അവിടെ നിന്ന് ഡ്രസ്സ് കൊണ്ട് നേരത്തെ വരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എന്തോ കാരണത്താൽ അവർ വന്നപ്പോൾ 7:30-8 മണിയായി. അപ്പോൾ പിന്നെ എല്ലാം ചടപടി എന്നായിരുന്നു കാര്യങ്ങളെല്ലാം നടന്നത്. എനിക്ക് ചേട്ടൻ്റെ ഫാമിലിയിൽ അധികം ആരെയും അറിഞ്ഞൂടാ. എല്ലാവരും കണ്ട് എനിക്ക് ഉള്ളതല്ലാതെ എനിക്ക് റിലേഷൻ പറയാൻ അറിഞ്ഞൂടാ. ആകെ അറിയാമെന്നുള്ളത് സംഗീത ചേച്ചീനെ മാത്രമാണ്, വിഷ്ണു ചേട്ടൻ്റെ സ്വന്തം ചേച്ചി എന്ന രീതിയിൽ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുള്ളത് ഒരു വെഡ്ഡിങ്ങിൻ്റെ വീഡിയോയിൽ ഇട്ടേക്കുന്നത് സംഗീത ചേച്ചിയുടേതാണ്. ആ പർപ്പിൾ ഡ്രസ്സ് ഇട്ടേക്കണേയാണ് സംഗീത ചേച്ചി. അപ്പോൾ പിന്നെ ഡ്രസ്സൊക്കെ കൊടുത്തു. ഇവരെ കാണാൻ വേണ്ടിയിട്ട് വന്ന ഗസ്റ്റുകളെല്ലാവരും ഉണ്ടായിരുന്നത് കാരണം ഭയങ്കര ക്രൗഡായിരുന്നു. അപ്പോൾ ഈ ക്രൗഡ് കാരണം ഇവക്കുട്ടിക്കാണെങ്കിൽ ഉറങ്ങാനും പറ്റണില്ല. ഇവളെല്ലാവരെയും നോക്കി ഇരിക്കും. ഉറക്കം വന്നിങ്ങനെ ചാരി കിടക്കുമെങ്കിലും ഉറങ്ങില്ല. ഇങ്ങനെ കണ്ണ് തുറക്കുന്നു, എന്നെ നോക്കുന്നു, ചാരി കിടക്കുന്നു, എന്നെ നോക്കുന്നു. ഇത് തന്നെയായിരുന്നു അവൾ ഫുൾ ടൈം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവനെ എങ്ങനെയൊക്കെയോ ഞാൻ കുറച്ച് കാപ്പിയും കൊടുത്തിട്ട് ഉറങ്ങാനായിട്ട് നോക്കി. എന്നാലും ഇവ ഉറങ്ങിയില്ല. ചാരി കിടക്കണമെന്ന് കാണുമ്പോൾ അമ്മ വിചാരിക്കണത് വാവ ഉറങ്ങിയതാണ്. ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, ഇവ ഉറങ്ങുകയാണ് കൊണ്ട് കിടത്താന്ന്. പക്ഷേ അമ്മ ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേന് ഞാൻ നോക്കണത് അവൾ കണ്ണ് തുറന്നിങ്ങനെ കിടക്കും, എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കും. ഞാൻ പിരികം പൊക്കുമ്പോൾ എന്നെ നോക്കി ചിരിക്കും. ഇതായിരുന്നു അവിടെ നടന്ന അവസ്ഥ. റിസപ്ഷൻ തുടങ്ങിയ സമയത്ത് അമ്മ പറയുമായിരുന്നു അമ്മയുടെ ഫ്രണ്ട്സൊക്കെ ഇന്ന് വരും, ഇന്ന് ആർക്ക് വരുമെന്ന് അറിഞ്ഞുകൂടാ എന്നൊക്കെ. പക്ഷേ ലാസ്റ്റ് സമയത്താണ് അമ്മയുടെ ഒരു ഫ്രണ്ടേ വന്നുള്ളൂ. അത് ശാന്തി ആൻറ്റി ആയിരുന്നു. ശാന്തി ആൻറ്റീൻ്റെ ഫാമിലി ആയിട്ടാണ് വന്നത്. മോളും ഹസ്ബൻഡും കൂടിയിട്ട് വന്നു. ഞാൻ ആൻറ്റീൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ വ്ലോഗിൽ കാണിച്ചു തരാം. പിന്നെ ആൻറ്റിയായിട്ട് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. അതിനുശേഷം അഞ്ജന ചേച്ചിയൊക്കെ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീഡിയോ ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്. എല്ലാവരും പോയി തുടങ്ങിയ സമയത്ത് ഇവയ്ക്ക് ഇച്ചിരി ഉറങ്ങിയാൽ മതി എന്നായിരുന്നു. പിന്നെ കയ്യിലിരുന്ന് ഉറങ്ങിപ്പോയി. പിന്നെ സച്ചുവിൻ്റെ കയ്യിലാണ് ഞാൻ കൊടുത്തിരുന്നത്. ഇവനാണെങ്കിൽ വ്ളോഗിൽ വരാൻ തീരെ മടിയാണ്. എന്നെ കാണിക്കില്ല ഇങ്ങനെ ഒളിച്ചൊളിച്ച് നടക്കും. അപ്പോൾ വാവ കയ്യിരിക്കണ കാരണം അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവൻ്റെ ഒരു ക്ലിപ്പെങ്കിലും എനിക്ക് ഇതിലിടാനായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മണ്ഡപത്തിലോട്ടാണ് പോയത്. അവിടെ സ്റ്റേജൊക്കെ എന്തോ ആയി, പിന്നെ പാചകമൊക്കെ എങ്ങനെയുണ്ട്, ഏതുവരെ എത്തി എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട് അത് ജസ്റ്റ് ഒന്ന് പോയി നോക്കി. ഇവിടെ എത്തേണ്ട താമസം ഞാനിവിടെ സൗണ്ട് കേട്ടതും വാവ എണീച്ചു. 5 മിനിറ്റ് തുറക്കുമായിരുന്നു അവൾക്ക്. പിന്നെ എണീറ്റ് ഞാൻ കുറച്ച് ചിപ്സൊക്കെ കൊടുത്ത് അതൊക്കെ കഴിച്ചും കൊണ്ട് നമ്മൾ അവിടെ നിന്ന് സ്ഥലം വിട്ട്. നമ്മളിനി ലേറ്റ് ആവേണ്ട, നാളെ എണീക്കണ്ടേ നേരത്തെ എന്ന് കരുതിയിട്ട് പിന്നെ അവിടെ കൂടുതൽ നേരമൊന്നും നിന്നില്ല.
പിന്നെ സ്റ്റേജും ജസ്റ്റ് ഒന്ന് നോക്കി. ഞാൻ എൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. സച്ചുവിന് ക്യാമറേനെ ഫേസ് ചെയ്യാൻ ഭയങ്കര നാണമായതുകൊണ്ട് അവൻ്റെ പിറകെ തന്നെ ഞാൻ പോകും. എവിടെയെങ്കിലുമൊക്കെ അവൻ്റെ ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കും. ഞാൻ എപ്പോഴും ബാക്ക് തിരിഞ്ഞ് നിൽക്കും, വീഡിയോയിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വിട്ട് കൊടുക്കില്ല. ഞാനും അവൻ്റെ പിറകെ നടന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്, അപ്പോൾ ഞാൻ അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയാണ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരിക്കണത്. പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ദിവസം. എന്നെ ഇന്നത്തെ വ്ളോഗിൽ ആരും കണ്ടില്ല, ഞാനാണ് വീഡിയോ എടുത്തോണ്ടിരുന്നത്. അപ്പൊ എന്നെ എടുത്തരാറില്ലായിരുന്നു.